ശബ്ദരേഖാ വിവാദം ചർച്ച ചെയ്യാൻ CPI എക്സിക്യൂട്ടീവ് യോഗം ഈ മാസം 24-ന് ചേരും. എറണാകുളം ജില്ലാ സെക്രട്ടറി KM ദിനകരനും സംസ്ഥാന നിർവാഹക സമിതി അംഗം കമലാ സദാനന്ദനും തമ്മിലുള്ള ശബ്ദരേഖയിൽ പാർട്ടി അന്വേഷണം ഉണ്ടായേക്കും. അതേസമയം പാർട്ടി അച്ചടക്കം ലംഘിക്കുന്നവരല്ല നേതാക്കളെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പാർട്ടിയിൽ പുണ്യാളനാകാൻ ശ്രമിക്കുകയാണെന്നും ഇങ്ങനെയാണെങ്കിൽ നാണം കെട്ട് ഇറങ്ങിപ്പോകേണ്ടി വരുമെന്നുമായിരുന്നു KM ദിനകരനും കമലാ സദാനന്ദനും തമ്മിലുള്ള ശബ്ദരേഖ. ഇത് വിവാദമായതോടെയാണ് CPI എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ച ചെയ്യാനുള്ള തീരുമാനം. ശബ്ദരേഖ പുറത്തെത്തിയതിൽ പാർട്ടി അന്വേഷണം ഉണ്ടായേക്കും. നേതാക്കൾക്കെതിരെയുള്ള നടപടിയിലും യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന. പാർട്ടി നേതൃത്വത്തിന് നേതാക്കൾ നൽകിയ വിശദീകരണവും യോഗം ചർച്ച ചെയ്യും. വിഷയം കൂടുതൽ വഷളാക്കേണ്ട എന്ന അഭിപ്രായവും പാർട്ടിക്കുള്ളിലുണ്ട്. പാർട്ടി അച്ചടക്കം ലംഘിക്കുന്നവരല്ല നേതാക്കളെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ പാർട്ടിക്കകത്ത് കമ്മ്യൂണിസ്റ്റ് മൂല്യബോധമുണ്ട്, കമ്മ്യൂണിസ്റ്റ് സ്നേഹബന്ധങ്ങളുണ്ട്. ഒരുപാട് പണ്ടങ്ങളായിട്ട് പാർട്ടി അറിയുന്നവരാണ് അവർ. അവരൊന്നും പാർട്ടിയുടെ അച്ചടക്കത്തെയോ പാർട്ടി മൂല്യങ്ങളെയോ ലംഘിച്ചുകൊണ്ട് ഒരിഞ്ചു പോകുന്നവരല്ല. താൻ ഖേദപ്രകടനം നടത്തിയിട്ടില്ലെന്ന് കമലാ സദാനന്ദൻ. അതൊക്കെ പാർട്ടി പറയും, പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനെ കുറിച്ചൊന്നും പറയാനില്ല. ഞാനൊരു ഖേദപ്രകടനം നടത്തിയില്ല ഒരാളോട്. അതിനിടെ വിവാദങ്ങൾക്കു പിന്നാലെ ബിനോയ് വിശ്വവും KM ദിനകരനും കമലാ സദാനന്ദനും ഒരേ വേദിയിലെത്തി. CPIയുടെ എറണാകുളം മണ്ഡലം സമ്മേളനത്തിലാണ് 3 നേതാക്കളും ഒരേ വേദിയിലെത്തിയത്. റിപ്പോർട്ടർ, കൊച്ചി.